ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റോറബിൾ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ റവ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോറബിൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തത്. റവ നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിന്. അപ്പോൾ ഷുഗറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വാനില എസൻസ് ആണ് കേട്ടോ. മുട്ടയുടെ ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ മുട്ടയുടെ നനവിലാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത്, അല്ലാതെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ റവയിൽ നമ്മൾ പാൽപ്പൊടി അതുപോലെ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാവും ഇരിക്കുക കേട്ടോ. പുറമെ നല്ല ക്രിസ്പി ആവും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യുക. ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. റവ ആയതുകൊണ്ട് തന്നെ ഇതൊട്ടും എണ്ണ കുടിക്കൊന്നുമില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ കണ്ടത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു മാസം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പഞ്ചസാരയൊക്കെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴാണ് മെൽറ്റായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു ക്യാരമലൈസ് ചെയ്ത ഫീലൊക്കെയാണ്. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ്, പുറമെ അത്യാവശ്യം നല്ല ക്രിസ്പിനെസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്